ഇന്ന് രാവിലെ ഞാൻ എഴുതിയ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കപ്പെടുകയുണ്ടായി. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് പ്രസ്തുത പുസ്തകത്തിൻ്റെ പേര്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റിച്ചാർഡ് ആറ്റൻബറോയുടെ ഗാന്ധി സിനിമ കണ്ടിട്ടാണ് ലോകർ ഗാന്ധിയെക്കുറിച്ച് മനസ്സിലാക്കിയത് എന്ന് പറയുകയുണ്ടായി. അത് വലിയ വിവാദമായിരുന്നു. അത് അദ്ദേഹം പറഞ്ഞത് മഹാത്മാഗാന്ധിയെ ഇന്ത്യൻ മനസ്സിൽ നിന്ന് പിഴുതെറിയുവാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിലാണ്. അന്ന് ഗാന്ധിജിയുടെ അറിയപ്പെടാത്ത ഒരുപാട് സ്വഭാവ ഗുണങ്ങളും മുഖങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ദീർഘമായ ലേഖനം എഴുതണം, അതൊരു പുസ്തക രൂപത്തിൽ ഇറക്കണം എന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മഹാത്മാഗാന്ധിയെ വീണ്ടും വായിക്കാൻ തയ്യാറായത്. ആ വായനക്കിടയിൽ ഇന്നോളം ഗാന്ധിജിയെ സംബന്ധിച്ച് പൊതുസമൂഹം അറിയാത്തൊരുപാട് കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം പ്രസിദ്ധീകൃതമായിരിക്കുന്നത്. ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ പ്രവർത്തനം ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന മതാന്ധതയുടെ ശക്തികൾക്കെതിരായ നമ്മളാൽ കഴിയുന്ന ഒരു ഇടപെടൽ, അതായിരുന്നു യഥാർത്ഥത്തിൽ സ്വർഗസ്ഥനായ ഗാന്ധിജി എന്ന പുസ്തകം എഴുതുന്നതിന് പ്രേരിപ്പിച്ചത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ അധ്യായത്തിൽ എൻ്റെ പാർലമെന്ററി രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന ആശയം, എൻ്റെ മനോഗതം, ബോധ്യം പ്രകടിപ്പിച്ചുകൊണ്ടുള്ള എൻ്റെ സുഹൃത്തിന് ഞാൻ എഴുതിയിട്ടുള്ള ഒരു കത്തിൻ്റെ പൂർണ്ണ രൂപവും ചേർത്തിരുന്നു. 2006 കേരള നിയമസഭയിലേക്ക് പഴയ കുറ്റിപ്പുറം നിയോജക മണ്ഡലത്തിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നത്. അന്ന് അതിലേക്ക് നയിച്ച കാരണങ്ങൾ എല്ലാവർക്കും അറിയാം. ഞാൻ അതിലേക്ക് കൂടുതൽ കടന്നു പോകുന്നില്ല. അതിനുശേഷം 18 വർഷമായി മലപ്പുറം ജില്ലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIM-ന്റെ സ്വതന്ത്ര MLA ആയി ഈ ഉള്ളവൻ തുടരുകയാണ്. ഒന്നര വർഷവും കൂടി കഴിയുമ്പോഴേക്ക് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നു. അപ്പോൾ ഗാന്ധി ജയന്തി ദിനത്തിൽ ഇത്തരം ഒരു പുസ്തകത്തിൻ്റെ റിലീസിനോടനുബന്ധിച്ച് ആ പുസ്തകത്തിൻ്റെ അനുബന്ധമായി പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം, പൊതുരാഷ്ട്രീയ പ്രവർത്തനമോ പൊതുപ്രവർത്തനമോ ഒന്നുമല്ല. പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനവും പൊതുപ്രവർത്തനവും വളരെ അടുത്ത് നിൽക്കുന്നതാണെങ്കിലും പാർലമെന്ററി രാഷ്ട്രീയ പ്രവർത്തനം ഇല്ലാതെ തന്നെ നമുക്ക് പൊതു പ്രവർത്തനവും രാഷ്ട്രീയ പ്രവർത്തനവും തുടരാവുന്നതാണ്. 20 വർഷം 4 ടേം ഈ ജില്ലയിൽ നിന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു MLA തുടർച്ചയായി ജയിച്ചു വരുന്നത് ആദ്യമായിട്ടായിരിക്കും. ഈ 20 വർഷത്തിൽ 5 വർഷം CPIM എന്നെപ്പോലെ ഒരു സാധാരണക്കാരനായിട്ടുള്ള അയാളെ മന്ത്രിപദത്തിൽ അവരോധിക്കുകയും ചെയ്തു. CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
എന്നോട് കാണിച്ച സ്നേഹവായ്പിന് അതിരുകളില്ല. അവരോട് തീർത്താൽ തീരാത്ത കടപ്പാടാണ് എനിക്കുള്ളത്. ഞാനത് സുഹൃത്തിനൊരു മറുകുറിപ്പ് എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ ടൈറ്റിലിന് കീഴിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. സമീപകാലത്തായി ചില രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉയർന്നു വന്നിരുന്നു. ആ കാര്യത്തിൽ എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എൻ്റെ സുഹൃത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ CPIM-ന്റെ സ്വതന്ത്ര MLA, എന്നെപ്പോലെ തന്നെ സ്വതന്ത്ര MLA ആയി പ്രവർത്തിക്കുന്ന ശ്രീ PV അൻവർ കേരളത്തിലെ പോലീസ് സേനയെക്കുറിച്ച്, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനങ്ങൾ നടത്തിയിരുന്നു. ആ ഘട്ടത്തിൽ അത്തരം അഭിപ്രായ പ്രകടനങ്ങളിൽ ചില ശരികളുണ്ട് എന്ന് ഞാൻ ഫേസ്ബുക്കിൽ കുറിക്കുകയും ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും പാർട്ടി സെക്രട്ടറിയെയും എല്ലാം കാണുകയും ചെയ്തിരുന്നു. കേരളത്തിൽ മൊത്തം നമ്മളുടെ പോലീസ് സേനയിൽ പ്രശ്നങ്ങളുണ്ട് എന്ന് അൻവറും പറഞ്ഞിട്ടില്ല, ആ അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞാനും പറഞ്ഞിട്ടില്ല. മലപ്പുറം ജില്ലയിലെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്തത്. ആ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങളിൽ ചില വസ്തുതകളുണ്ട് എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും അവയെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കാൻ ഒരു അന്വേഷണ സംവിധാനം ഉണ്ടാക്കുന്നത്. ആ അന്വേഷണ സംവിധാനം രൂപീകരിച്ച് അതിൻ്റെ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ട് ഇതുവരെയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല. അത് സമർപ്പിച്ചാൽ മാത്രമേ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട പോലീസ് ഭാഷ്യം അല്ലെങ്കിൽ അന്വേഷണ കമ്മീഷന്റെ അഭിപ്രായം എന്ന് അറിയുകയുള്ളൂ. ആ അഭിപ്രായം വരുന്നതുവരെ കാത്തിരിക്കാം എന്നുള്ള നിലയിൽ ശ്രീ PV അൻവറിനോട് ഞാൻ അഭ്യർത്ഥിച്ചിരുന്നു. അദ്ദേഹം അത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ഭാഷ്യത്തിൽ സമ്മതിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ കൈവിട്ടു പോകുന്നൊരു സ്ഥിതിയാണ് ഉണ്ടായത്. അതോടുകൂടി പ്രശ്നങ്ങൾ മറ്റൊരു തലത്തിലേക്ക് കടന്നു. മലപ്പുറം ജില്ലയിലെ മുൻ SP സുജിത് ദാസിനെ സർക്കാർ സസ്പെൻഡ് ചെയ്തു. അതിനുശേഷം വന്ന SP ശശിധരനെ സ്ഥലം മാറ്റി. കേരളത്തിന്റെ ADGP-ക്കെതിരായി ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ ഗൗരവതരമാണ് എന്ന് കണ്ട് അന്വേഷണത്തിന് ഉത്തരവിട്ടു. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്നുള്ളത് പ്രഥമ ദൃഷ്ട്യാ തന്നെ അദ്ദേഹത്തിനെതിരായി മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതും അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഉദ്യോഗസ്ഥന്മാർക്കിടയിൽ ഇന്നല്ല, കാലങ്ങളായിട്ട് തന്നെ വലിയ തോതിൽ അഴിമതി നിലനിൽക്കുന്നുണ്ട്. പൊതുപ്രവർത്തകന്മാർ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും മുകളിലാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കഴിഞ്ഞ 20 വർഷത്തെ അല്ലെങ്കിൽ 18 വർഷത്തെ പൂർത്തിയാകുമ്പോൾ മാത്രമാണ് 20 വർഷമാകുന്നത്. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ IAS ഉദ്യോഗസ്ഥന്മാരെക്കാളും IPS ഉദ്യോഗസ്ഥന്മാരെക്കാളും ജനങ്ങളോടുള്ള പ്രതിബദ്ധതയിൽ മുന്നിൽ നിൽക്കുന്നത് പൊതുപ്രവർത്തകരാണ്. നാട്ടിലൊരു പ്രശ്നമുണ്ടായാൽ നാട്ടുകാർ ആദ്യം ചെല്ലുക അവിടുത്തെ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്കാവില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിലും ആ പാർട്ടിയുടെ നേതാക്കന്മാരുണ്ടോ തങ്ങളുടെ നാട്ടിൽ
പൊതുപ്രവർത്തകരുണ്ടോ തങ്ങളുടെ നാട്ടിൽ എന്നാണ് ജനങ്ങൾ അന്വേഷിക്കുക. ആ നിലക്ക് പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് ഒരു മേൽക്കൈ ഉദ്യോഗസ്ഥന്മാരെക്കാളും ഉണ്ടാവണം. അതാണ് ജനായത്ത സമ്പ്രദായത്തിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അത് ചില ഘട്ടങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ള അൻവറിൻ്റെ പരാതി ശരിയായിരുന്നു എന്ന് എനിക്കും ചില അനുഭവങ്ങളിലൂടെ തോന്നിയിരുന്നു. ഞാൻ ആ കാര്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയുകയും ചെയ്തിരുന്നു. അദ്ദേഹം അത് ഗൗരവത്തോടെ തന്നെ ഉൾക്കൊള്ളുകയും അന്വേഷണത്തിന് ശക്തമായിട്ടുള്ള നീക്കങ്ങൾ നടത്തി മുന്നോട്ട് പോവുകയും ചെയ്തു. ഇടതുപക്ഷത്തിൻ്റെ ചേരിയിൽ കഴിഞ്ഞ 18 വർഷമായി ഞാൻ നിൽക്കുന്നു. 5 വർഷം മന്ത്രിയായിരുന്നു. ആ മന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വലിയ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ എനിക്കെതിരായി ഉയർത്തിക്കൊണ്ടുവരികയുണ്ടായി. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട്, വിശുദ്ധ ഖുർആൻ വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട്, ഭക്ഷ്യക്കിറ്റുകൾ റംസാനിനോടനുബന്ധിച്ച് വിതരണം ചെയ്തതുമായി ബന്ധപ്പെട്ട് വലിയ ദുരാരോപണങ്ങളാണ് അക്കാലത്ത് ഉയർന്നത്. അവയിലൊന്നും തന്നെ ഒരു തരിമ്പ് പോലും സത്യമുണ്ടായിരുന്നില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായതാണ്. നിരവധി അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചു. ആ അന്വേഷണ ഏജൻസികൾക്ക് ഒരു കടുകുമണി തൂക്കം പോലും എനിക്കെതിരായി ഉയർന്ന ആരോപണങ്ങളിൽ വസ്തുതയുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞില്ല. ബന്ധുനിയമനം എന്ന പേരിൽ മുസ്ലിം ലീഗ് ലോകായുക്ത സിറിയക് ജോസഫിനെ അവരുടെ പല നേതാക്കന്മാരുടെയും മുൻപരിചയത്തിന്റെ അടിസ്ഥാനത്തിൽ സ്വാധീനിച്ച് എനിക്കെതിരായി ഒരു വിധി കൊണ്ടുവന്നു. എനിക്കൊരു നോട്ടീസ് അയക്കുകയോ എന്നെ കേൾക്കുകയോ ചെയ്യാതെ, ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ നിയമചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾക്കെതിരെ ഒരു പരാതി കൊടുത്തു. ആരെങ്കിലും കൊടുത്തു എന്ന് വിചാരിക്കുക. നിങ്ങളോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് അന്വേഷിക്കാൻ ഒരു നോട്ടീസ് അയക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു നടപടിക്രമമാണ്. ആ നടപടിക്രമം പോലും പാലിക്കാതെ, എന്നെ അറിയിക്കാതെ, എനിക്കൊരു വക്കീലിനെ സ്വന്തമായിട്ട് വെക്കാനുള്ള അവസരം പോലും നൽകാതെ, ഏകപക്ഷീയമായി നിയമിച്ചു എന്ന് പറയപ്പെടുന്ന എൻ്റെ ബന്ധുവിനൊരു നോട്ടീസ് അയക്കാതെ, അയാൾ അതിന് യോഗ്യനാണോ അല്ലയോ എന്ന് പരിഗണിക്കാതെ എനിക്കെതിരായി വിധി പ്രസ്താവിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ആ ഘട്ടത്തിലൊക്കെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്, സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. അത് പക്ഷേ പ്രതിപക്ഷ കക്ഷികൾ കേൾക്കാൻ തയ്യാറായില്ല. മാധ്യമ സുഹൃത്തുക്കളായ നിങ്ങളും ഒരുപാട് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള വാർത്തകൾ കൊടുത്തു. എന്നാൽ അത് അസത്യമാണെന്ന് ബോധ്യമായപ്പോൾ അങ്ങനെ ഒന്നും അല്ലായിരുന്നു എന്ന ഒരു വാക്ക് പറയാൻ വേണ്ടി തയ്യാറായില്ല. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നെ വല്ലാതെ വിഷമിപ്പിച്ചൊരു കാര്യമാണ്. സാമ്പത്തിക രംഗത്ത് 101% സത്യസന്ധത പുലർത്തണമെന്ന് ആഗ്രഹിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള ഒരു പൊതുപ്രവർത്തകൻ ഇത്രമാത്രം സമൂഹമധ്യത്തിൽ താറടിക്കപ്പെട്ടിട്ട് അത് ശരിയായിരുന്നില്ല എന്ന നിലയിൽ നിങ്ങൾ എനിക്കെതിരായി കൊടുത്ത വാർത്തയുടെ ഗൗരവത്തിൻ്റെ ചെറിയൊരു ശതമാനം പോലും അതെല്ലാം തെറ്റായിരുന്നു എന്ന് പറയാൻ തുനിഞ്ഞില്ല. അതൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എന്നിലുണ്ടാക്കിയ പ്രയാസം ഞാൻ നിങ്ങളെ ഈ സന്ദർഭത്തിൽ അറിയിക്കുകയാണ്. ശ്രീ പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കുന്നു. അദ്ദേഹം മറ്റൊരു പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു എന്നെല്ലാമുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു രാഷ്ട്രീയ നിലപാട് മുമ്പ് സ്വീകരിച്ചിട്ടുള്ളത്, മുസ്ലിം ലീഗിൽ ആയിരുന്ന ഘട്ടത്തിലും സ്വീകരിച്ചിട്ടുള്ളത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ്. ലോകായുക്ത സിറിയക് ജോസഫ് ചെയ്തതുപോലെ തന്നെയാണ് മുസ്ലിം ലീഗ് നേതൃത്വം അന്ന് എന്നോട് ചെയ്തത്. എനിക്കൊരു നോട്ടീസ് അയക്കുകയോ
എന്നോട് വിശദീകരണം ആവശ്യപ്പെടുകയോ എൻ്റെ വിശദീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് തൃപ്തികരമല്ലാത്തതുകൊണ്ട് പുറത്താക്കുകയോ ഒന്നുമായിരുന്നില്ല. ഏകപക്ഷീയമായി നടപടികൾ എടുക്കുകയാണുണ്ടായത്. അങ്ങനെയാണ് ഒരിക്കലും പോരണം അല്ലെങ്കിൽ പോകണമെന്ന് ഉദ്ദേശമില്ലാത്ത ഒരു പാർട്ടിയിൽ നിന്ന് നിഷ്കരണം എന്നെ പുറത്താക്കുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ ഇടതുപക്ഷവുമായി സഹകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോഴും അധികാരമോഹം കൊണ്ടല്ല കുറ്റിപ്പുറത്ത് മത്സരിച്ചത്. കുറ്റിപ്പുറത്ത് ആരെങ്കിലും അധികാരമോഹം കൊണ്ട് മത്സരിക്കും? നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലായിക്കോ. കുറ്റിപ്പുറം നിയോജക മണ്ഡലം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ശക്തി കേന്ദ്രമാണ്. ഇവിടെ ലീഗിന് കിട്ടുന്ന ഭൂരിപക്ഷം, ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പിൽ കിട്ടാറില്ല. അങ്ങനെയുള്ളൊരു മണ്ഡലത്തിൽ ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് മത്സരിച്ചത്. ജനങ്ങൾ സർവാത്മന പിന്തുണച്ചു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വളരെ കൈമൈ മറന്ന് പ്രവർത്തിച്ചു. ഞാൻ ജയിച്ചപ്പോഴാണ് പിന്നീട് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അധികാരമോഹം കൊണ്ട് ഒരാളും കുറ്റിപ്പുറം പോലുള്ളൊരു മണ്ഡലത്തിൽ മത്സരിക്കും എന്ന് തോന്നുന്നില്ല. പി വി അൻവർ പുതിയ പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു, അതിൽ നിങ്ങൾ ഉണ്ടാകുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പല സ്ഥലത്തു നിന്നും പലരും ചോദിക്കുന്നുണ്ട്. ഒരു കാരണവശാലും പി വി അൻവറുമായിട്ടുള്ള സൗഹൃദം നിലനിൽക്കും. പക്ഷേ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വീക്ഷണങ്ങളോട്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കാൻ അദ്ദേഹം ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനോട് ശക്തമായി വിയോജിക്കും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഉറച്ചു നിൽക്കുകയും പൊതുപ്രവർത്തനം തുടരുകയും ചെയ്യും. CPIM-ന്റെ സഹയാത്രികനായി മുന്നോട്ട് പോകും. രാഷ്ട്രീയ നിലപാടുകൾ നമ്മൾ മാറ്റണമെങ്കിൽ വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉരുത്തിരിഞ്ഞു വരണം. അത്തരം ഒരു കാരണം ഇടതുപക്ഷ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നമ്മളുടെ രാജ്യത്ത് BJP വളരെ ശക്തിപ്പെട്ടു വരികയാണ്. BJPക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ മുന്നിൽ നിൽക്കുന്നയാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. ആ പിണറായി വിജയനെ സംഘിയാക്കുവാൻ വേണ്ടി എല്ലാ മതവിഭാഗങ്ങളിലെയും തീവ്ര സ്വഭാവമുള്ളവർ ഇന്ന് ഒരുമിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ്. അവരൊരുമിച്ച് പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ, ഇടതുപക്ഷത്തെ BJP ഏജന്റുമാരാക്കിയാൽ അല്ലെങ്കിൽ BJP അനുകൂലികളാക്കി സമൂഹ മധ്യത്തിൽ താറടിച്ച് കാണിക്കാൻ വേണ്ടി ശ്രമിച്ചാൽ പിന്നെ ആരെയാണ് ഇവര് ഫാഷിസ്റ്റ് വിരുദ്ധർ എന്നുള്ള ലേബലിൽ നിർത്തുക? വേറെ ഏത് പാർട്ടിയെ, ഏത് നേതാവിനെയാണ് നിർത്താൻ വേണ്ടി കഴിയുക? മൈനോറിറ്റി ഇഷ്യൂസ് ഉണ്ടായ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും CPIM-ഉം മുഖ്യമന്ത്രി പിണറായി വിജയനും എടുത്തിട്ടുള്ള നിലപാടും സമീപനവും എല്ലാവർക്കും അറിയാം. എന്നാൽ അതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് കേരളത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഫാഷിസ്റ്റ് വിരുദ്ധ മനോഭാവ രാഷ്ട്രീയത്തെ ദുർബലമാക്കാൻ വലിയ ഇടപെടലുകൾ നടക്കുന്നു എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് CPIM-നെ RSS-ന് അനുകൂലമായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയായി പറയുന്ന സമീപനത്തെ കാണാൻ വേണ്ടി കഴിയൂ. RSS-നെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ച് വന്നിട്ടുള്ള കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ സംഘി ചാപ്പകുത്തുവാനുള്ള ശ്രമങ്ങളെ വിലയിരുത്തുവാൻ വേണ്ടി കഴിയുകയുള്ളൂ. ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ, പൊതുപ്രവർത്തനം നടത്തുന്ന വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് വ്യക്തമാക്കാനുള്ളത് CPIM-നോടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ഒരു കാരണവശാലും നന്ദികേട് കാണിക്കുന്ന പ്രശ്നമില്ല. വെടിവെച്ച് കൊല്ലുകയാണ് എന്ന് പറഞ്ഞാൽ പോലും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകന്മാരെയോ ഇടതുപക്ഷ മുന്നണിയെയോ CPIM-നെയോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെയോ തള്ളിപ്പറയാനും ഞാൻ തയ്യാറാവില്ല. അങ്ങനെ വന്നാൽ സംഭവിക്കാൻ പോകുന്നത് ഒരു ജനവിഭാഗം മുഴുവൻ എക്കാലത്തേക്കും സംശയത്തിന്റെ കരിനിഴലിൽ നിർത്തപ്പെടും എന്നുള്ളതാണ്.
അത്തരമൊരു പാതകം സംഭവിക്കാൻ പാടില്ല. അത് വലിയ വർഗീയ ധ്രുവീകരണത്തിലേക്ക് നമ്മളുടെ സംസ്ഥാനത്തെ നയിക്കും. അതിനുള്ളൊരു കാരണം ഇപ്പോൾ ഇല്ല എന്നുള്ളത് അനിഷേധ്യമായിട്ടുള്ള ഒരു വസ്തുതയുമാണ്. ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. ഓരോരുത്തർ ചോദ്യങ്ങൾ ചോദിച്ചു പോകാം. ഒരുപാട് ആളുകൾ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനേക്കാളും നല്ലത് ഓരോരുത്തർ ചോദിച്ചു പോകാം. ഈ പോലീസിനെതിരെ താങ്കൾ നേരത്തെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു, DVMനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു ആ പോസ്റ്റ്. പോലീസിൽ ചില വർഗീയ താല്പര്യമുള്ളവരുണ്ടെന്ന തരത്തിൽ ആ നിലപാട് താങ്കൾക്ക് ഇപ്പോഴും ഉണ്ടോ? വർഗീയ താല്പര്യമുള്ളവർ പോലീസിലുണ്ട് എന്നുള്ളത് ഇപ്പോൾ മാത്രം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമല്ല. അത് കുറച്ച് കാലങ്ങളായിട്ട് UDF ഭരിക്കുന്ന സമയത്ത് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ സെൻകുമാറിനെ DGP ആക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും കൂടുതൽ ശക്തമായിട്ട് രംഗത്ത് വന്നത് ആരാണ്? ആക്കരുത് എന്ന് ഇടതുപക്ഷ സർക്കാർ പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ അതിന് ചില പ്രയാസങ്ങളുണ്ട് എന്ന് വെളിപ്പെടുത്തപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ പോയത് ആരാണ്? സെൻകുമാറിനെ പോലെയുള്ള ആളുകളാണ് യഥാർത്ഥത്തിൽ പോലീസ് സേനയിൽ അത്തരത്തിലുള്ള ഒരു കീഴ്വഴക്കത്തിന് കുറച്ച് കാലം മുമ്പ് മുതൽക്ക് തന്നെ തുടക്കം കുറിച്ചത്. അതാണ് ഇപ്പൊ തുടർന്നുകൊണ്ടിരിക്കുന്നത്. അന്ന് അദ്ദേഹത്തിനായിട്ട് സുപ്രീം കോടതിയിൽ വാദിച്ച നേതാവാരായിരുന്നു? ആ കേസിന്റെ ഇന്റർമീഡിയറി എന്നുള്ള നിലക്ക് അതിന്റെ ഇടയാളത്വം ഏറ്റെടുത്തത് ആരായിരുന്നു? ഏത് പാർട്ടിയായിരുന്നു? അദ്ദേഹത്തെ DGP ആക്കിയത് കൊണ്ട് കോൺഗ്രസിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? മുസ്ലിം ലീഗിന് എന്ത് നേട്ടമാണ് ഉണ്ടായത്? അപ്പോ വർഗീയത പോലീസിൽ തുടങ്ങിവെച്ച, അല്ലെങ്കിൽ അത്തരം ഒരു ചാനൽ പോലീസ് സേനയിൽ ഉണ്ടാക്കിയ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ചൂട്ടുപിടിച്ചത്, കൂട്ടുനിന്നത്, ഒത്താശകൾ ചെയ്തു കൊടുത്തത് കോൺഗ്രസും ലീഗുമാണ്. അതിന്റെ തുടർച്ച ഇപ്പോഴും ഉണ്ട്. ആ തുടർച്ച കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ യഥാസമയത്ത് ഒരു ക്യാൻസർ ചികിത്സിക്കുന്നത് പോലെ വെട്ടിമാറ്റേണ്ടതാണെങ്കിൽ വെട്ടിമാറ്റി മുന്നോട്ട് പോകണം എന്നുള്ള അഭിപ്രായം ഇന്നും എനിക്കുണ്ട്, നേരത്തെയും ഉണ്ടായിരുന്നു. അങ്ങനെ വെട്ടിമാറ്റേണ്ടത് ADGP ഇപ്പോൾ MR അജിത്കുമാറിനെതിരെ വലിയ ആരോപണങ്ങൾ വരുന്നു. അപ്പോൾ റിപ്പോർട്ട് വരട്ടെ എന്നുള്ളതാണ് പാർട്ടി സ്റ്റാൻഡ്. അപ്പോൾ പോലും ഈ ഇതിന് താഴെയുള്ള, അല്ലെങ്കിൽ ADGPക്ക് താഴെയുള്ള ആളുകളാണ് ഇത് അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിനെയാണ് താങ്കൾ അതിൽ എന്ത് നിലപാടാണ് എടുക്കുന്നത്? ഈ അന്വേഷണങ്ങളൊക്കെ നടന്ന് അതിന്റെ റിപ്പോർട്ട് വരട്ടെ. DGP അന്വേഷണത്തിന്റെ ചുമതലക്കാരനായിട്ടുണ്ടല്ലോ. ADGPയുടെ മുകളിലല്ലേ DGP റാങ്ക് കൊണ്ട്? DGP ഉണ്ടല്ലോ. DGP മാറ്റണമെന്ന് ആവശ്യപ്പെട്ടല്ലോ. ഇങ്ങനൊരു അന്വേഷണത്തിന് ആര് പറഞ്ഞു? അത് നിങ്ങൾ പറയല്ലേ. ഈ അന്വേഷണ റിപ്പോർട്ട് വന്നാൽ ആ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. ഒരു വർഗീയ നിലപാട് വെച്ച് പുലർത്തുന്നവരെയും പോലീസ് സേനയിൽ വെച്ച് പൊറുപ്പിക്കില്ല. 100-ലധികം ആളുകളെ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്തത് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്തല്ലേ? ഇതിനു മുൻപ് എത്ര ആളുകൾ എത്ര കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ട് പോലീസ് സേനയിൽ? എന്തേ UDFന്റെ കാലത്ത് അത്തരത്തിൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഒരാളെയെങ്കിലും ഡിസ്മിസ് ചെയ്യാൻ അവർ തയ്യാറായിട്ടുണ്ടോ? ഇല്ല. ഡിസ്മിസ് ചെയ്യാൻ, സസ്പെൻഡ് ചെയ്യല്ല, പോലീസ് സേനയിൽ നിന്ന് എന്നേക്കുമായി ഡിസ്മിസ് ചെയ്യാൻ 100-ലധികം ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഈ സർക്കാർ തീരുമാനിച്ചത്. അപ്പൊ ഈ ഗവൺമെന്റിന് ഒരു കാരണവശാലും വർഗീയ മനോഭാവം വെച്ച് പുലർത്തുന്നവരെ സേനയിൽ നിർത്തണമെന്ന് താല്പര്യമുണ്ടാവില്ല. അത് ചൂണ്ടിക്കാണിക്കപ്പെട്ടു, തെളിവ് സഹിതം പറയപ്പെട്ടു, ഞാനടക്കമുള്ളവർ പറഞ്ഞു. അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ നടപടി ഉണ്ടാകും എന്ന് എനിക്കുറപ്പാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റണമെന്ന് ഘടകകക്ഷിയായി CPI ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു. സസ്പെൻഡ് ചെയ്യണമെന്ന് പോലുമല്ല, ആ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന്. എന്തിനാ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രം മാറ്റുന്നത്? ആകെ മാറ്റേണ്ട ഒരാളെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാത്രമായിട്ട് എന്തിനാണ് മാറ്റുന്നത്? അന്വേഷണ റിപ്പോർട്ട് വരുമല്ലോ. വിത്തിൻ ഡേയ്സ് ഇറ്റ് വിൽ കം. ADGPക്കെതിരെ റിപ്പോർട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുന്നു. പക്ഷേ സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. മലപ്പുറം ജില്ല DYSP അടക്കമുള്ളവരെ മാറ്റിയിരിക്കുന്നു. അപ്പൊ അത് ഏത് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ? അല്ല, സുജിത്ദാസിനെതിരെ പ്രഥമ ദൃഷ്ട്യാ തന്നെ
തെളിവുണ്ടല്ലോ. കാരണം PV അൻവറുമായി സുജിത് ദാസ് സംസാരിച്ചത് എല്ലാവരും കേട്ടു. PV അൻവർ MLA കാല് പിടിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്നെ രക്ഷിക്കണം, എനിക്കെതിരെ പരാതി കൊടുക്കരുത്. ഒരു MLA ഒരു IPS ഓഫീസർ, ഒരു മുൻ SP അല്ലെങ്കിൽ അന്നത്തെ SP, അതിനുശേഷമാണ് അത് പറഞ്ഞതെന്നാണ് എനിക്ക് തോന്നുന്നത്. അയാൾ പറഞ്ഞത് പ്രഥമ ദൃഷ്ട്യാ തന്നെ ബോധ്യമായല്ലോ. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു. RSSുമായിട്ടുള്ള കൂടിക്കാഴ്ച ഒരു കാരണവശാലും ആർക്കും ന്യായീകരിക്കാൻ പറ്റില്ല, അങ്ങനെ കാണാൻ പാടില്ല. വെയിറ്റ്, നിങ്ങളിപ്പോ നമ്മളൊരു സാധനം ഒരു പാലം ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പാലം 2 ദിവസം കൊണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റില്ല. അതിന് ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കണം. പണ്ട് CH മഹേഷെ പറയാം, ഇവിടെ പറഞ്ഞതിന് ശേഷം പറയാം. അപ്പോ ഞാൻ പറയുന്നത്, അദ്ദേഹം RSS നേതാക്കളെ കണ്ടത് ഒരു കാരണവശാലും ന്യായീകരിക്കാൻ കഴിയില്ല. ആരും ന്യായീകരിച്ചിട്ടില്ല. അതിനെ വ്യക്തിപരമെന്നോ ഔദ്യോഗികമെന്നോ രണ്ടാക്കി തിരിക്കാൻ സാധിക്കില്ല. അതിന് ശക്തമായിട്ടുള്ള നടപടി ഉണ്ടാവും. RSS നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല, SDPI നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല, ജമാഅത്തെ ഇസ്ലാമി നേതാക്കളെ കാണാൻ വേണ്ടി പാടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. ആരോപണങ്ങളിൽ ഏതിനോടൊക്കെയാണ് താങ്കൾ യോജിക്കുന്നത്, ഏതിനൊക്കെയാണ് യോജിക്കുന്നത്? പ്രധാനമായും അത് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയുടെ RSS ബന്ധം, മുഖ്യമന്ത്രിയുടെ RSS ബന്ധം, ശശിയുടെ RSS ബന്ധം, സാമ്പത്തിക തട്ടിപ്പ് മുതൽ PR ഏജൻസി വരെ എത്തി നിൽക്കുകയാണ് അദ്ദേഹത്തിന്റെ ആരോപണം. അപ്പോ അദ്ദേഹത്തോട് പകുതി യോജിക്കുന്നു എന്ന് പറഞ്ഞാൽ താങ്കൾ യോജിക്കുന്ന വിഷയങ്ങൾ ഇപ്പോ പ്രശാന്ത് പറഞ്ഞ കാര്യങ്ങളിലൊക്കെ തന്നെ എനിക്ക് വിയോജിപ്പുണ്ട്. ഒന്ന് എണ്ണി പറ പ്രശാന്ത്, പറ. നമ്പർ 1, ജില്ലാ സെക്രട്ടറി RSS ബന്ധമുള്ളയാളാണ്. ശുദ്ധ അസംബന്ധമാണ് ആ കാര്യം. അതിനോട് ഞാൻ ശക്തമായി വിയോജിക്കുന്നു. EN മോഹൻദാസ് പാർട്ടിയുടെ സെക്രട്ടറിയാണ് ജില്ലയിലെ. അദ്ദേഹത്തെ സംബന്ധിച്ച് എതിരാളികൾക്ക് പോലും അത്തരത്തിലുള്ളൊരു അഭിപ്രായം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മറ്റെന്തെങ്കിലും രാഷ്ട്രീയ വിമർശനങ്ങൾ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായേക്കാം. എന്നാൽ അദ്ദേഹം ഒരു RSSകാരനാണ് എന്ന നിലയിൽ പറയാൻ എനിക്ക് കഴിയില്ല. ഞാനും അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഒരു 18 വർഷം 19 വർഷമൊക്കെ ആയിട്ടുണ്ടാവും അടുത്ത് ബന്ധപ്പെടാൻ വേണ്ടി തുടങ്ങിയിട്ട്. ആ 19 വർഷത്തെ ബന്ധത്തിനിടയിൽ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്തിട്ടേ ഇല്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ശശിയുടെ RSS ബന്ധം എന്ന് പറഞ്ഞു, അതിനോട് ഞാൻ യോജിക്കുന്നില്ല. കാരണം ശശിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി എന്താണ്, ചില കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത സമീപനം, ആ സമീപനം എങ്ങനെ ഉണ്ടായതാണ് എന്ന് ശ്രീ പാലോളി മുഹമ്മദ് കുട്ടി പറഞ്ഞു കഴിഞ്ഞു. ഇതേ കാര്യം തന്നെയാണ് കൊരമ്പയിൽ അഹമ്മദ് ഹാജി, മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി, എന്നോട് അദ്ദേഹം മരിക്കുന്നതിന് മുൻപ് പറഞ്ഞത്. അപ്പൊ ഞാൻ പാലോളിയുടെ പ്രസ്താവന വന്നപ്പോൾ ഓർത്തത് കൊരമ്പയിൽ അഹമ്മദ് ഹാജി അന്ന് പറഞ്ഞ കാര്യമാണ്. കൊരമ്പയിൽ അഹമ്മദ് ഹാജിയും AV അബ്ദുറഹിമാൻ ഹാജിയും അന്ന് സഖാവ് നായനാരെ പോയി കണ്ടു, സംസാരിച്ചു എന്നുള്ളത് പറഞ്ഞിരുന്നു. അതുതന്നെയാണ് ഇപ്പൊ പാലോളി മുഹമ്മദ് കുട്ടിയും വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ആ കാര്യത്തിൽ എനിക്കുണ്ടായിരുന്ന സംശയം തീരുകയാണുണ്ടായത്. അല്ലാതെ അദ്ദേഹത്തിന്റെ സ്വന്തമായിട്ടുള്ള ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല ഇങ്ങനെ ഉണ്ടായത് എന്ന് മനസ്സിലായി. അപ്രതീക്ഷിതമായ ഒരു ആരോപണവും CPM പിടിച്ചു കുലുക്കുകയുമായിരുന്നു. താങ്കളെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സഹായിച്ച, താങ്കൾ പറഞ്ഞതുപോലെ MLA ആവാൻ, മന്ത്രിയാവാൻ സഹായിച്ച ഒരു പാർട്ടിയാണ് CPM. ആ ഒരു സാഹചര്യത്തിൽ അതിൽ പ്രതിരോധിക്കാൻ മുന്നിൽ നിൽക്കേണ്ട താങ്കൾ സമൂഹ മാധ്യമങ്ങളിലൂടെ എനിക്ക് ചിലത് പറയാറുണ്ട്, എനിക്ക് ചില കാര്യത്തിൽ യോജിപ്പുണ്ട്, ചിലതിനോട് യോജിക്കുന്നെന്ന് പറഞ്ഞ് ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കുകയും അൻവറിനെ സഹായിക്കുന്ന ഒരു നിലപാട് തുടക്കത്തിൽ സ്വീകരിച്ചു എന്ന് തോന്നുന്നു. ഇല്ല 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 ഞാൻ അൻവറിനോട് ഞാൻ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം, നിങ്ങളത് പറഞ്ഞോളൂ എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യുന്ന ഒരാൾ അല്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രകൃതക്കാരനല്ല അൻവർ എന്ന് പ്രശാന്തിന് അറിയാമല്ലോ. എന്നെയും ശരിക്കും പ്രശാന്തിന് അറിയാം. ഞാനും അങ്ങനെ ഒരു ആസൂത്രിതമായ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് അങ്ങനെ അല്ല. എനിക്കും അങ്ങനെ ഒരു നമ്മളിപ്പോൾ ഒരു കാര്യം, ഒരു നിലപാട് ഉണ്ടാകുമ്പോൾ, ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് ചില കാര്യങ്ങളിൽ വിമർശനങ്ങൾ ഉണ്ടാവും, നമുക്ക് നമ്മളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. അത് നമ്മൾ പ്രകടിപ്പിക്കും. മുഖ്യമന്ത്രിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ മുഖ്യമന്ത്രിയോട് പറയും, പാർട്ടി സെക്രട്ടറിയോട് പറയേണ്ട കാര്യമാണെങ്കിൽ അദ്ദേഹത്തോട് പറയും. അതിലൊന്നും ഒരു തരത്തിലുള്ള പിശുക്കും കാണിച്ചിട്ടില്ല. സാധാരണ ഫേസ്ബുക്കിലൂടെ പറയും, അല്ലെങ്കിൽ മാധ്യമങ്ങളോട് പറയും. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട്
ഈ പുസ്തക പ്രകാശനമുണ്ട്, അതിനുശേഷം പറയാം. അതൊരു പുസ്തക പ്രകാശനത്തിന്റെ ഒരു പ്രൊമോഷൻ ആയിരുന്നോ ഉദ്ദേശിച്ചത്? അല്ല അത് നിങ്ങളാണ്. പിന്നെ നിങ്ങൾ എന്തൊക്കെയോ പ്രതീക്ഷിച്ചിരുന്നു. ഞാൻ പറഞ്ഞിരുന്നു, കാരണം എനിക്ക് നിങ്ങൾ എന്നെ പൊട്ടനാക്കുമ്പോ നിങ്ങളെ ഒന്ന് പൊട്ടീസാക്കണല്ലോ എനിക്ക്. എങ്ങനെ? താങ്കൾക്ക് ചിലത് വെളിപ്പെടുത്താനുണ്ട്. അതെ, വെളിപ്പെടുത്താൻ പറഞ്ഞാൽ ഇതാണ് വെളിപ്പെടുത്താൻ. ഈ കാര്യങ്ങളാണ് വെളിപ്പെടുത്താൻ. അഷ്കർ അല്ല, ഇനി ഇവിടേക്ക് പോവാം. പോലീസ് അന്വേഷണ റിപ്പോർട്ട് വരട്ടെ എന്നിട്ട് തീരുമാനം എടുക്കാമെന്നാണ് MLA പറയുന്നത്. PV Anwar പറയുന്നത് ഈ അന്വേഷണം തന്നെ പ്രഹസനമാണ്. അതിന് ഉദാഹരണമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പോലീസ് അന്വേഷണം കൃത്യമായി നടക്കുന്നില്ല എന്നും അൻവർ പറയുന്നു. നാളെ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ PV Anwar മൊഴിയെടുക്കാൻ പോയത് ഇന്നലെയാണ് ഉദ്യോഗസ്ഥർ, അതുകൊണ്ട് താൻ മൊഴി കൊടുത്തിട്ടില്ല എന്നും പറയുന്നു PV Anwar. അങ്ങനെയുള്ള ഒരു അന്വേഷണത്തെ MLA എങ്ങനെയാണ് വിശ്വസിക്കുന്നത്? പ്രത്യേകിച്ച് പോലീസിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന MLA. വരട്ടെ, റിപ്പോർട്ട് വരട്ടെ, എന്നാലല്ലേ നമുക്ക് പറയാൻ വേണ്ടി പറ്റുള്ളൂ. പ്രിജുഡൈസ്ഡ് ആയിട്ട് ആദ്യം തന്നെ ഇന്നതാണ് റിപ്പോർട്ട് വരാൻ വേണ്ടി പോകുന്നത്, അതുകൊണ്ട് വരാൻ വേണ്ടി പോകുന്ന റിപ്പോർട്ടിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് ഇപ്പൊ ചോദിക്കേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അന്വേഷണം കൃത്യമായി നടക്കുന്നുണ്ട് എന്ന് MLA വിശ്വസിക്കുന്നുണ്ടോ? അന്വേഷണം ശരിയായിട്ടുള്ള രൂപത്തിൽ തന്നെ നടക്കുന്നുണ്ട് എന്നാണ് എന്റെ ബോധ്യം. അൻവറിന്റെ ബോധ്യം അതായിക്കൊള്ളണമെന്നില്ല. എന്റെ ബോധ്യമാണ് ഞാൻ പറഞ്ഞത്. പൊതുസമൂഹത്തിൽ ഒരുപക്ഷെ KT ജലീലിന് ഒരു മാറ്റം ഉണ്ടായിട്ടുണ്ടോ? 2-3 ദിവസം ഒരു മാറ്റമില്ല, ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. എനിക്കൊരു ഓഫറുമില്ല. കാരണം തെരഞ്ഞെടുപ്പിൽ ഇനി മത്സരിക്കൂല എന്നൊന്നും, അധികാര രാഷ്ട്രീയത്തിലേക്ക് ഇനി ഇല്ല എന്നും, ഒരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനം പോലും എനിക്കിനി ഭാവിയിൽ വേണ്ട എന്നും പരസ്യമായിട്ട് എന്ത് നിർബന്ധിച്ചാലും വേണ്ട. ഒരു രാജ്യസഭയും വേണ്ട, MP-യും വേണ്ട, ഒന്നും വേണ്ട. ഇങ്ങനെ ഞാൻ പറഞ്ഞത്, സാധാരണ നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുക എപ്പോഴാണെന്നറിയോ നിങ്ങള്? അടുത്ത പ്രാവശ്യം നമുക്ക് അങ്ങനെ നോക്കാം, ഇങ്ങനെ നോക്കാം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പുസ്തകം പ്രസിദ്ധീകരിക്കട്ടെ, അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യും. കാരണം പുസ്തകം പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ പറയും അതിപ്പോൾ അടുത്ത പ്രാവശ്യം മന്ത്രിയാകാനാണ്, 5ാമത്തെ പ്രാവശ്യം മത്സരിക്കാനാണ്, അല്ലെങ്കിൽ രാജ്യസഭ MP ആവാനാണ് ഇതൊക്കെ പറയുന്നത് എന്നാവും നിങ്ങൾ പറയാ. ഇപ്പൊ ഞാൻ പറയാണ് എന്ത്, എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പോ ഒരു സംസാരം ഉണ്ടായിട്ടില്ല, ഒരു സംസാരവും. അങ്ങനെ ഒന്നാമത്തേത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇപ്പൊ ഞാൻ എന്താണ് പറയാൻ വേണ്ടി പോവാന്ന് അവർക്കറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്നെ ബന്ധപ്പെടേണ്ട യാതൊരു കാര്യമില്ല. പിന്നെ ബന്ധപ്പെട്ടാൽ ഞാൻ എതിരായിട്ടാണ് ബന്ധപ്പെടുന്നത് എങ്കിൽ, അല്ലെങ്കിൽ എതിരായിട്ടാണ് അഭിപ്രായ പ്രകടനം നടത്തുന്നത് എങ്കിൽ ഞാൻ അതും കൂടി പറയല്ലോ. അതുകൊണ്ട് തന്നെ അവരെന്നെ ബന്ധപ്പെടുക എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. എന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് എനിക്ക് സത്യസന്ധമായിട്ടാണ് ഞാൻ പറയുന്നത്. 20 കൊല്ലൊക്കെ ആവുമ്പോഴേക്ക് എനിക്കും എടുത്തിട്ടുണ്ട്. എനിക്കിനി എൻ്റെ ഒരു ഇനിയുള്ള പരിപാടി എന്ന് പറയുന്നത് എഴുത്ത്, അതുപോലെ തന്നെ കുറെ യാത്ര ചെയ്യണം, വിവിധ മതസമൂഹങ്ങളും സംസ്കാരങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ച് പഠനം നടത്തണം, അതെഴുതണം. ഞാൻ ഇന്തോനേഷ്യയിൽ പോയ സമയത്ത്, നേപ്പാളിൽ പോയ സമയത്ത്, ഡാക്കയിൽ പോയ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ, ഗൾഫ് നാടുകളിൽ പിന്നെ അവിടുത്തെ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം UAE-യിലെ ക്ഷേത്രം സന്ദർശിക്കാൻ വേണ്ടി പോയ സമയത്ത് ഒക്കെ എനിക്കുണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, അതെല്ലാം ഞാൻ ഓൾറെഡി എഴുതി പുസ്തകമായി പ്രസിദ്ധീകരിച്ചു. ഈ കാര്യത്തിൽ തന്നെയാണ് ഇനി ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. എല്ലാവർക്കും അത് ചെയ്യാൻ കഴിഞ്ഞോളന്നില്ല. അപ്പൊ അതിന് കഴിയുന്ന ആള് എന്നുള്ള നിലക്ക് നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയത്ത് അത് ചെയ്യണ്ടേ. അതുകൊണ്ടാണ് ഇനി പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക്, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് ഇല്ല, ഒരു സ്ഥാനപദവിയും വേണ്ട എന്ന് നിങ്ങൾ സമക്ഷം പ്രഖ്യാപിച്ചതിന് ശേഷം ഈ കാര്യം പറയുന്നത്. ഒറ്റാള് പ്രശാന്ത് ചോദിക്കും, അല്ല സോറി മഹേഷ് ചോദിക്കും. പാർലമെന്ററി രംഗത്ത് താല്പര്യമില്ല അല്ലെങ്കിൽ അതിന് മൂടില്ല എന്ന് താങ്കൾ പറഞ്ഞു. അതിന് കൂടെ തന്നെ പറയുന്നത് ഈ സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തണം. അത് എന്റെ നിരീക്ഷണം. ഈ സ്വരം മോശമാവും എന്നുള്ള അങ്ങനെയല്ല. ഒരുപാട് ആളുകൾ ഇങ്ങനെ എത്രയോ കാലം മത്സരിച്ച് ഇവനൊന്ന് മരിച്ചു കിട്ടിയാൽ മതി എന്ന് ആളുകൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. വാഹനമൊന്ന് ചത്ത് കിട്ടിയാൽ മതിയായിരുന്നു, തീർന്നു കിട്ടിയാൽ മതിയായിരുന്നു. അല്ല, ഇടതുപക്ഷത്തു നിന്നല്ല. അങ്ങനെ ഇടതുപക്ഷത്ത് അത്രയും കാലം നിൽക്കുന്ന ആളുകളില്ല. അതെവിടെ ഉണ്ടാവുക എന്നുള്ളത് മഹേഷിന് അറിയാലോ. മീസാൻ കല്ലുമ്മ പേരെഴുതുന്ന ആ നിമിഷം വരെ, അല്ലെങ്കിൽ നിയമസഭയിൽ കെടുന്നു മരിക്കണം, പാർലമെന്റിൽ കെടുന്നു മരിക്കണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ എവിടെ ഉണ്ടാവുക? ഇടതുപക്ഷത്തുണ്ടോ? ഒരാളെ പറ.
ആ. ഇപ്പോഴത്തെ ഈ നിലപാട് ആ. ഇതൊരു എടുത്തുചാട്ടമാണോ അതോ അതിന് കൂടുതൽ ലക്ഷ്യങ്ങളുണ്ട്? എന്താണ് അങ്ങ് വ്യക്തിപരമായി കരുതുന്നത്? പി വി അൻവറിന് ഇപ്പോൾ എടുത്തു ചാടാനും പിന്നെ എടുത്തു ചാടാതിരിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അദ്ദേഹം ചെയ്തത് തെറ്റാണെന്നും അദ്ദേഹത്തിന്റെ ശരികളും ബോധ്യങ്ങളുമാണല്ലോ അദ്ദേഹം ചെയ്യുന്നത്. എന്റെ ശരിയും എന്റെ ബോധ്യവുമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഈ പി വി അൻവറിന് പിന്നിൽ ജമാഅത്ത് ഇസ്ലാമിയും SDPI എന്നുള്ള പാർട്ടിയുടെ ആരോപണം താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? അല്ല, ജമാഅത്തെ ഇസ്ലാമി കുറച്ചു കാലമായിട്ട് എങ്ങനെങ്കിലും ഇതൊക്കെ കൂടി ഒന്ന് കലക്കി പിന്നെ ശരിയാക്കണം എന്ന് തീരുമാനിച്ച് നടക്കുന്നുണ്ടല്ലോ. അത് നമുക്ക് അറിയാമല്ലോ. അല്ല, പി വി അൻവറിന് പിന്നിൽ അപ്പൊ ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നാണ് താങ്കൾ കരുതുന്നത്? അല്ല, അത് പിന്നെ പാർട്ടി സെക്രട്ടറി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർട്ടിക്ക് ചില ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാവുമല്ലോ പറഞ്ഞിട്ടുണ്ടാവുക. എനിക്ക് എന്ത് അതൊക്കെ ഇപ്പൊ സമ്മേളനത്തിനുണ്ടാകുന്നു. അപ്പോൾ അത് ഉണ്ടാവട്ടെ. പി വി അൻവറിന്റെ സമ്മേളനത്തിന് കൂടുതൽ ആളുകൾ ഉണ്ടായി എന്നുള്ളതിൽ എനിക്കെന്ത് അസ്വസ്ഥതയുള്ളത്? എനിക്ക് യാതൊരു അസ്വസ്ഥതയും. താങ്കൾക്ക് അങ്ങനെ ബോധ്യമുണ്ടോ? SDPI അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാമിയുമാണ് പി വി അൻവറിന്റെ ഈ വിവാദത്തിന് പിന്നിൽ, പി വി അൻവറിന്റെ പിന്നിലെ ശക്തി എന്നുമുള്ള ബോധ്യം താങ്കൾ? എനിക്കെതിരെ 3 കേസുകളാണുള്ളത് കേരളത്തിൽ. 3 കേസുകൾ. അതിലൊന്ന് നിയമസഭയിലുണ്ടായ ചില അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട കേസാണ്. 2 കേസുകൾ കൊടുത്തിട്ടുള്ളത് ജമാഅത്തെ ഇസ്ലാമിയാണ്. മീഡിയ 1 എനിക്കെതിരെ ഒരു ക്രിമിനൽ കേസും കൊടുത്തിട്ടുണ്ട്, ഒരു സിവിൽ കേസും കൊടുത്തിട്ടുണ്ട്. പക്ഷെ പൈസ കൊടുത്ത് ബാധിക്കേണ്ടി വന്നില്ല. അപ്പോഴേക്കും എന്റെ മകൻ വക്കീലായി. അവനാണ് ഇപ്പൊ എന്റെ കേസ് നോക്കുന്നത്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഫാറൂഖ്. അവർക്കെതിരായിട്ടിപ്പോ തീവ്രവാദി IS സ്പോൺസേഡ് ചാനൽ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് IS ആണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവർ കേസ് കൊടുത്തത്. ഞാൻ IS എന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇസ്ലാമിക് സർവൻസ്, ഇസ്ലാമിക സേവകർ എന്നാണല്ലോ സാധാരണഗതിയിൽ നമ്മളുടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ സ്വയം വിശേഷിപ്പിക്കുക. ഇസ്ലാമിക സേവകർ എന്ന് പറയും. അപ്പൊ IS ഇസ്ലാമിക് സർവൻസ്. അപ്പൊ അത് ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അതിനെതിരായിട്ട് അവർ കേസ് കൊടുത്തിട്ടുണ്ട്. 2 കേസ് കൊടുത്തിട്ടുണ്ട് എനിക്കെതിരെ. ഒന്നല്ല, കോഴിക്കോട് കോടതിയിൽ. ഇപ്പൊ മകൻ വക്കീലായതുകൊണ്ട് പൈസ ഇല്ലാതെ കേസ് നടത്താൻ പറ്റുന്നുണ്ട്. എന്താണ്? അല്ല, അവരെന്തും ചെയ്യും. ഇപ്പൊ ജമാഅത്തെ ഇസ്ലാമി എന്ത് കാര്യവും ചെയ്യും. അൻവർ അങ്ങനെ ചെയ്യുന്നുണ്ടോ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് പാർട്ടിയുടെ ബോധ്യമാണ്. അല്ല, എനിക്ക് പിന്നെ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്നുള്ള നിലക്കുള്ളതൊന്നും, കാരണം അൻവർ അങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പിന്നെ വണ്ടി കയറുന്ന ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ഇതും ഇതിലപ്പുറവും ചെയ്യും. അതെനിക്ക് ബോധ്യമാണ്. അല്ല, ജമാഅത്ത് ഇസ്ലാമിയാണ് എന്നുള്ള വാദം ഞാൻ തള്ളില്ല. കാരണം എനിക്കെതിരെ അതാണല്ലോ ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പറഞ്ഞത്. ഈ അൻവർ പാർട്ടിയായിട്ട് ഇറങ്ങുന്നു, എല്ലാ സ്ഥലങ്ങളിലും ക്യാമ്പയിൻ നടത്തുന്നു, പൊതുയോഗം നടത്തുന്നു പറയുന്നത്. ഇടതുപക്ഷത്തെ ഒരു പൊതുയോഗത്തിൽ ആളുകളെ കൂട്ടുന്ന അല്ലെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന ഒരാളാണ് താങ്കൾ. ഇടതുപക്ഷത്തിന് വേണ്ടി അൻവറിന് എന്റെ ക്യാമ്പയിനെതിരായ പ്രചാരണത്തിന് മുന്നിൽ താങ്കൾ ഉണ്ടാവുമോ? പാർട്ടി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും, ഇറങ്ങും. പിന്നെന്താ സംശയം? അങ്ങ് നേരത്തെ പോലീസിനെതിരായ നിരവധി വിമർശനങ്ങൾ പറഞ്ഞല്ലോ. അൻവർ ഉന്നയിച്ച സമാനമായ സാഹചര്യത്തിലാണ് അങ്ങും ഫേസ്ബുക്കിൽ പോലീസിനെതിരെ ഗുരുതര വിമർശനങ്ങളുമായി രംഗത്ത് വരുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് അത്രയധികം കാത്തുനിന്നത്? അൻവറിന്റെ കൂടെയുള്ള ഒരു ഓപ്പറേഷന് വേണ്ടിയായിരുന്നു? ഒരിക്കലും അല്ല. കാരണം അൻവർ ഇപ്പോഴാണ് പറഞ്ഞത്, ഞങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഇപ്പോഴാണ്. ഞാനുമായിട്ട് അൻവർ ഈ കാര്യങ്ങൾ സംസാരിക്കുന്നത് അല്ല. ഞങ്ങൾ തമ്മിൽ മലപ്പുറത്തെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നത് സമീപകാലത്ത് മാത്രമാണ്. ADGP അജിത് കുമാർ ഉൾപ്പെടുന്ന ആളുകളെ സംബന്ധിച്ചും ഉള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് ഈ സമീപകാലത്താണ്. ഞാൻ ഒരു ദിവസം ഇങ്ങനത്തെ ഈ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അൻവർ നടത്തിയ വെളിപ്പെടുത്തലുകൾ പാർട്ടി വിശദീകരണം കൊടുക്കുന്നു, പാർട്ടി പ്രതിരോധത്തിനായിരുന്ന രീതിയിലുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരുമ്പോൾ എന്തിനു വേണ്ടിയായിരുന്നു ഇത്തരം ഒരു സസ്പെൻസ് നിലനിർത്തിയത്? ആദ്യമേ പറഞ്ഞാൽ പറയുള്ളൂ ഞാനൊരു അടിയുറച്ച ഇടതുപക്ഷക്കാരനാണെന്ന്. ആര്? ഞാനോ? അത് പറയാത്തത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായില്ലേ? അതെ, ഞാൻ എന്താ പറഞ്ഞത്? എന്റെ പുസ്തക റിലീസ് കഴിയട്ടെ. ഒക്ടോബർ 2-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം 4:30 ഞാൻ നിങ്ങളെ കാണും, നിങ്ങളോട് പറയും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ ആ വാക്ക് പാലിച്ചു. എന്ത് പറയുന്നു എന്ന് ഞാൻ അപ്പൊ നിങ്ങളോട് പറഞ്ഞോ?
യോജിപ്പും വിയോജിപ്പും പറയും എന്ന് പറഞ്ഞു. അൻവറിന്റെ ചില കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പുണ്ട് എന്ന് ഞാൻ ഇപ്പോഴും പറയുന്നു. അല്ല അടിയുറച്ച ഇടതുപക്ഷക്കാരൻ, അന്നും ഞാൻ അടിയുറച്ച ഇടതുപക്ഷക്കാരൻ തന്നെയായിരുന്നു. എന്തിനാ അപ്പ പറയണ്ട, ഇപ്പൊ ഞാൻ പറയുന്നു. എങ്ങനെ ഒരിക്കലുമില്ല. അൻവറിന്റെ പൊതുയോഗത്തിൽ പകുതി ആൾക്കാരല്ല, ചിലപ്പോ കൂടുക ചെയ്യാം. ഇതാണ് എന്റെ വെളിപ്പെടുത്തൽ. നിങ്ങൾ വെളിപ്പെടുത്തൽ എന്ന് പറയുമ്പോ അത് മുഖ്യമന്ത്രിക്കെതിരായ വെളിപ്പെടുത്തലാണ് എന്ന് തെറ്റിദ്ധരിച്ചു. അതാണ് നിങ്ങളുടെ പ്രശ്നം. അതുപോലെ തന്നെ CPM-നെതിരായിട്ടുള്ള വെളിപ്പെടുത്തലാണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു. അല്ല, ഓഫർ കിട്ടാന്ന് പറഞ്ഞാൽ ഇതല്ലേ. ഇപ്പോ സുഹൃത്തെ, താങ്കൾക്ക് നല്ലൊരു ഓഫർ എന്ന് പറഞ്ഞാൽ എന്താ? താങ്കൾ പറയണം ഇനി മാധ്യമ പ്രവർത്തന രംഗത്ത് ഞാനില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ഓഫർ അവിടുന്ന് കിട്ടാനുള്ളത്? ഞാനൊരു ഇടതുപക്ഷ സഹയാത്രികനായി 18 കൊല്ലപ്പം അങ്ങനല്ലേ പോയത്. എന്നെ വിശ്വസിച്ച, എന്നെ സ്നേഹിച്ച, ഇടതുപക്ഷവുമായിട്ട് സഹകരിച്ച് പ്രവർത്തിച്ചപ്പോൾ എനിക്കുണ്ടായിട്ടുള്ള ഏറ്റവും വലിയൊരു അനുഭൂതി എന്ന് പറയുന്നത് കേരളത്തിലെ ഒരു മൾട്ടി റിലിജിയസ് സൊസൈറ്റിയുമായിട്ട് എനിക്ക് സംവദിക്കാൻ പറ്റി എന്നുള്ളതാണ്. 3 പാർട്ടി ജാഥകളിൽ ഞാൻ പങ്കെടുത്തപ്പോൾ ഒരു മൾട്ടി റിലിജിയസ് ആയിട്ടുള്ള കേരളത്തിന്റെ ഒരു പരിച്ഛേദത്തെ എനിക്ക് അഭിസംബോധന ചെയ്യാൻ പറ്റി. അവരോട് കൺവേ ചെയ്യാൻ പറ്റി ഒരുപാട് കാര്യങ്ങൾ. അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. 60 വയസ്സ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ദേഷ്യം കൂടുന്നാണല്ലോ എഴുതിയിട്ടുള്ളത്. അല്ല, അങ്ങനല്ല. ഞാൻ എന്റെ സുഹൃത്തിനോടാണ് പറയുന്നത്. 59 വയസ്സാകും. പൊതുവെ എന്താന്ന് വെച്ചാല് ഞങ്ങളുടെ കുടുംബത്തിൽ എന്റെ വാപ്പ ഭയങ്കര ദേഷ്യക്കാരനാണ്. അപ്പൊ ഞാൻ പറഞ്ഞ 60 വയസ്സ് കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യം കൂടുമെന്ന് ഞാൻ ഭയപ്പെടുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞത്. അതൊരു സുഹൃത്തിന് എഴുതിയിട്ടുള്ള ഒരു കത്തിലെ വാചകമാണ്. ചില കാര്യങ്ങളിൽ ഒരു തുറന്നു പറച്ചിലുണ്ടാകാം എന്നുള്ള ഒരു ഭയത്തിന്റെ പുറത്താണോ ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിൽ? അല്ല, സ്വരം നന്നാവുമ്പോ പാട്ട് നിർത്താന്ന് പറഞ്ഞത് നമ്മള് മരിച്ചു പോണമെന്ന് ആൾക്കാർ ആഗ്രഹിക്കാത്ത വിധം. കാരണം പല MLA-മാരുടെയും കാര്യത്തിൽ ആ പാർട്ടികളിലെ യുവജന നേതാക്കൾ എന്നോട് അവരുടെ വികാരം ഷെയർ ചെയ്യുന്നത് എനിക്കറിയാലോ. ഉണ്ടാവും. പക്ഷെ നമുക്കൊരു എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? അതല്ല എനിക്കൊരു കോൺഫിഡൻസ് വേണ്ടേ? എനിക്ക് ഇപ്പോ അന്നൊക്കെ എനിക്ക് തോന്നിയിരുന്നു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു മത്സരിക്കാം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും സത്യത്തിൽ ഞാനൊന്ന് മാറി നിൽക്കണമെന്ന് ആഗ്രഹിച്ചതാണ്. ഞാനത് അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അവരോട് പറഞ്ഞതുമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇപ്രാവശ്യം അതൊരിക്കലും പറ്റൂല, ഇപ്രാവശ്യം മത്സരിക്കണം എന്ന് പറഞ്ഞാണ്. റിയലി ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത്. അല്ലാതെ ഒന്നാമത്തെ എന്താന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് എന്നെ അടുത്തറിയാൻ പരിചയമുള്ള ആളുകളാണല്ലോ. ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിത്തിന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ആളാണ് ഞാൻ എന്ന് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നി? എന്താണ് മൂപ്പർക്ക് തോന്നി പറയാൻ? നിങ്ങൾക്ക് എന്തെങ്കിലും പറയാം? പോലീസിന്റെ ആരോപണങ്ങൾ താങ്കൾ പറഞ്ഞു. അപ്പോ അതിൽ താങ്കൾ യോജിക്കുന്നു എന്ന് പറഞ്ഞു. അൻവർ വ്യക്തി ആരോപണങ്ങൾ അത് ഈ പോലീസിന്റെ കാര്യത്തിൽ മാത്രമാണോ? അത് ഈ സ്വർണ്ണക്കടത്ത് പോലുള്ള ഗുരുതര ആരോപണങ്ങൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നുണ്ടല്ലോ. കസ്റ്റംസിന്റെ ഡ്യൂട്ടി എന്തുകൊണ്ടാണ് പോലീസ് ചെയ്യുന്നത്? കസ്റ്റംസിന്റെ ക്ലിയറൻസ് സ്കാനിങ് കടന്നു വരുന്നതാണ് പിന്നെ പുറത്തു വെച്ച് പോലീസ് പിടിക്കുന്നത്. അത് പിടിക്കുന്നതിന് എന്താണ് പോലീസിന് പ്രചോദനം? ആ കാര്യത്തെ സംബന്ധിച്ചൊക്കെ 150 കേസുകളുണ്ടല്ലോ. ഈ 150 ആളുകളെ എന്ത് ചെയ്താൽ മതി? അന്വേഷിച്ചാൽ മതി. അവർ കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന സ്വർണവും ഇവർ രേഖപ്പെടുത്തിയ സ്വർണവും തമ്മിലുള്ള വ്യത്യാസം മാത്രം നോക്കിയാൽ മതിയല്ലോ. ഇതിൽ വസ്തുതയുണ്ടോ, സത്യമുണ്ടോ? ചെറിയ വ്യത്യാസമാണെന്നുണ്ടെങ്കിൽ പണ്ട് എന്റെ കാര്യത്തിൽ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വലിയ അന്വേഷണം ഉണ്ട്. എന്ത്? ഖുർആനിന് ഇത്ര കോപ്പി, ആ കോപ്പിക്ക് ഇത്രയായിരുന്നു വെയിറ്റ്, അത് ഹാർഡ് ബോർഡിന്റെ വെയിറ്റ് ഒഴിവാക്കിയാൽ ഇത്രയാണ് വെയിറ്റ് ഉണ്ടാകാൻ സാധ്യത. അങ്ങനെ എന്താണ് GPS കേടുവന്നു, അത് ബാംഗ്ലൂരിലേക്ക് പോയി, ആകെ ഇന്ന ഒരു സ്വർണ്ണ കള്ളക്കടത്തുകാരനാക്കിയിട്ട് അന്ന് മാറ്റിയില്ലേ ജീവിതത്തിൽ. താങ്കളിപ്പോ പറഞ്ഞു അങ്ങനെ ബാധ്യത ആരോടുമില്ല. താങ്കൾ കുറച്ചുകൂടി സത്യസന്ധമായി ഇന്നലെ പറഞ്ഞതിനേക്കാൾ നന്നായിട്ട് പറയാം. ആ സംഭവങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാലം താങ്കൾ സംശയത്തിന് മുന്നിലായിരുന്നു എല്ലാ അർത്ഥത്തിലും.
അതിലെവിടെയെങ്കിലും അത് കൈകാര്യം ചെയ്തവർക്ക് പിഴവ് പറ്റുമോ? ഒരിക്കലും പിഴവ് പറ്റില്ല. ഒന്നാമത്തത്, ഒരാളോടും പ്രശാന്തേ ജീവിതത്തിൽ ഇന്ന് വരെ 10 പൈസയുടെ ഒരു നേട്ടത്തിന് വേണ്ടി ഞാൻ ഒരു കാര്യവും ചെയ്തിട്ടില്ല. മന്ത്രി എന്നുള്ള നിലയിൽ ചെയ്തിട്ടില്ല. എൻ്റെ അടുത്ത് വന്ന കാര്യങ്ങളിൽ എത്രയോ ആളുകൾക്ക് പ്രയാസം ദൂരീകരിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോ അല്ല, ഞാൻ ഉദാഹരണത്തിന് അല്ല ഞാൻ സ്വർണ്ണമാണ്, ഇന്നും ആരോപണം സ്വർണ്ണമാണ്. അത് വേറെ ആർക്കെങ്കിലും വേണ്ടി എനിക്ക് ഇന്ന ആരും കോടാലി ആക്കൂല. ഒന്നാമത്തത്, സമ്പത്തിനോട് മോഹമുള്ള ആളുകളല്ലേ അതിനൊക്കെ ആക്കുക. ഒരു തരി സ്വർണം പോലും ഇല്ലാത്ത ഒരു വീട്ടുകാരനാണ്, വീട്ടുടമസ്ഥനാണ് ഞാൻ. എന്ത് കമ്മിറ്റ്മെന്റ്? ഇന്റെ മക്കൾ അല്ല നിരവധി വിവാദങ്ങളുണ്ടായി, ബന്ധുനിയമനമുണ്ടായി, ഈ സ്വർണ്ണം ഉൾപ്പെടെ ഉണ്ടായി. അന്ന് ഈ മന്ത്രിസ്ഥാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ എപ്പോഴാ നഷ്ടപ്പെട്ടത്? അല്ല, എപ്പോഴാണ് അത് നഷ്ടപ്പെട്ടത്? അതായത് അല്ല, ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് എപ്പോ? രണ്ടാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മന്ത്രിയുടെ ഒരു പദവിയിലും ഇല്ലാത്ത സമയത്താണ്. മന്ത്രി പേരിൽ മാത്രം മന്ത്രിയായിരുന്ന സമയത്ത് ഒരിക്കലുണ്ടായിട്ടില്ല. കാരണം ഈ ബന്ധുനിയമനം ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഒന്ന് കേൾക്കാതെ ഒരു നോട്ടീസ് അയക്കാതെ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും നോട്ടീസ് അയച്ചു. ബാക്കിയുള്ള എല്ലാ മന്ത്രിമാർക്കും. ഇപ്പോ ശൈലജ ടീച്ചർക്കെതിരായിട്ട് ലോകായുക്തയിൽ കേസ് വന്നു. ശൈലജ ടീച്ചർക്ക് നോട്ടീസ് അയച്ചു. ആർ ബിന്ദുവിനെതിരായിട്ട് നോട്ടീസ് വന്നു. മന്ത്രി അവർക്കെതിരായിട്ടൊരു കേസ് വന്നു, അവർക്ക് നോട്ടീസ് അയച്ചു. എനിക്ക് ഇങ്ങനെ ഒരു കേസ് നിങ്ങളെ സംബന്ധിച്ച് ഈ കോടതിയിൽ വന്നിട്ടുണ്ട്, നിങ്ങളൊന്ന് ഹാജരായി അത് വിശദീകരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വക്കീലിനെ ഏർപ്പെടുത്തിയിട്ട് പറയണം എന്നുള്ള നിലക്കൊരു നോട്ടീസ് പോലും അയക്കാതെ, എന്നെ കേൾക്കാതെ, നിയമിക്കപ്പെട്ടു എന്ന് പറയുന്ന ബന്ധുവിനൊരു നോട്ടീസ് അയക്കാതെ, അയാളെ കേൾക്കാതെ, അങ്ങനെയാണ് ആ വിധി ഉണ്ടായത്. ആ വിധിക്കെതിരായിട്ടാണ് വളരെ ശക്തമായിട്ട് ഞാൻ പ്രതികരിച്ചത്. സത്യത്തിൽ അതിന് വല്ല ഇതുണ്ടായിരുന്നെങ്കിൽ എനിക്കെതിരെ എത്ര കേസ് കൊടുക്കണമായിരുന്നു അവര്, ഈ ലോകായുക്ത. സ്വർണ്ണക്കടത്തിൽ താങ്കൾ സംശയത്തിന്റെ നേരിലായ വിഷമം താങ്കൾ പറയുന്നത് ഇപ്പൊ പി വി അൻവർ ഇത്തരം കള്ളക്കടത്തുകാരുടെ ആളാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അടക്കമുള്ളവർ പറഞ്ഞു. പി വി അൻവർ പറയുന്നത്, അപ്പോ അൻവർ അത്തരം ഒരു ആളാണോ, അതല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞത് ശരിയായോ? അങ്ങനല്ല, അൻവർ സ്വർണ്ണക്കള്ളക്കടത്തുകാരുടെ ആളാണ് എന്ന നിലയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. അത് ദുർവ്യാഖ്യാനം ചെയ്യാം അങ്ങനെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ. വ്യാഖ്യാനം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാഖ്യാനം, വേറെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദുർവ്യാഖ്യാനം. അങ്ങനല്ല, മുസ്ലിം ലീഗ് പിന്നെന്താ വെച്ചാൽ ഒരിക്കൽ കണ്ടായി കിട്ടിയാൽ പിന്നെ മയ്യത്താവുന്നത് വരെ ആ സ്ഥാനത്ത് തുടരുക എന്നുള്ളതാണല്ലോ, ആ പോളിസിയാണല്ലോ. അപ്പൊ പിന്നെ അവരുടെ ഒരു രീതിയെ നമുക്ക് തള്ളി പറയാം, അതിനെ വിമർശിക്കുക എന്നല്ലാതെ അത് വേണോ വേണ്ടെന്നൊക്കെ അവരല്ലേ തീരുമാനിക്കുക. ആയിക്കോട്ടെ, ഒന്നും പ്രശ്നമില്ല. പി വി അൻവർ കള്ളക്കടത്തുകാരുടെ ആളാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, എനിക്ക് തോന്നണില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് തോന്നണില്ല. അവിടെ കൂടി താങ്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യമുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇപ്പോ പ്രത്യേകിച്ചും ഇവരെ ആരും പ്രീതിപ്പെടുത്തേണ്ടെന്ന് പറയുന്നത്, മുഖ്യമന്ത്രിയോ CPM-നെയോ ആരും താങ്കൾക്ക് പ്രീതിപ്പെടുത്തേണ്ട, അത് ഏത് സാഹചര്യത്തിലാണ് താങ്കൾ പറയുന്നത്? അതെന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, പാർലമെന്ററി രാഷ്ട്രീയം ഉണ്ടാവുമ്പോഴാണല്ലോ നമുക്ക് താല്പര്യങ്ങൾ ഉണ്ടാവുക, പ്രീതിപ്പെടുത്തലുകൾ ഉണ്ടാവുക. അപ്പൊ അങ്ങനെ ആരും പ്രീതിപ്പെടുത്താൻ ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിൽ പറയുന്നത് 100% സത്യസന്ധമായിട്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിലല്ലേ നമുക്ക് താല്പര്യങ്ങൾ വെച്ചുകൊണ്ട് മറ്റെന്തെങ്കിലും പറയേണ്ടതായിട്ട് വരിക. കേരള ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് മറ്റുള്ള ജില്ലകളിലൊന്നും അത്തരത്തിലുള്ള ഒരാക്ഷേപം ഉണ്ടായിട്ടില്ല. ഈ ജില്ലയുമായി ബന്ധപ്പെട്ടിട്ടാണ് ആക്ഷേപം ഉണ്ടായിട്ടുള്ളത്. ഈ ജില്ലയിലെ ജനപ്രതിനിധികൾ അതെ, ADGP-നൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്ന് യു വെയിറ്റ് ആൻഡ് സീ. താങ്കൾ ഈ പാർലമെന്ററി പൊളിറ്റിക്സ് ഇല്ലാന്ന് പറയുന്നു.
ആ. അവിടെ KT ജലീലിന്റെ ഒരു സ്വാധീനം കൂടി കൊണ്ടല്ലേ ഇടതുപക്ഷത്തിന് MLA ഉണ്ടായത്? അങ്ങനൊന്നും പറയാൻ വേണ്ടി പറ്റൂല. കാരണം എന്താന്ന് വെച്ചാല് ഓരോ രാഷ്ട്രീയവും ഓരോ തെരഞ്ഞെടുപ്പും എന്ന് പറയുന്നത് പല പല ഘടകങ്ങളും ആ തെരഞ്ഞെടുപ്പിലെ വിജയത്തെ സ്വാധീനിക്കും. അങ്ങനെ ഇപ്പൊ കുറ്റിപ്പുറത്ത് പഴയ കാലത്ത് മത്സരിച്ചു മുസ്ലിം ലീഗിന്റെ ഒരുപാട് ആളുകൾ നമുക്ക് വോട്ട് ചെയ്തു. മുസ്ലിം ലീഗിന്റെ വോട്ട് കിട്ടാതെ ഈ പഴയ കുറ്റിപ്പുറം മണ്ഡലത്തിൽ നിന്ന് എങ്ങനെ ജയിച്ചു കയറുക? ഇല്ലല്ലോ. തവനൂരിലും പിന്നെ ഇടതുപക്ഷവും വലതുപക്ഷവും തമ്മിലുള്ള വ്യത്യാസം നടന്നത് ഒരു 4,500 വോട്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു 4,500 വോട്ടിന്റെ ഒരു എഡ്ജേ ഉള്ളൂ അവിടെ ഏത് മുന്നണിക്കാണെന്നുണ്ടെങ്കിലും. അപ്പോൾ അതൊക്കെ നമ്മൾ സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, വേറുള്ളൊരു സ്ഥാനാർത്ഥിയായിട്ട് നിന്നു, അതൊന്നും പ്രശ്നമല്ല. ആത്മാർത്ഥമായിട്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളുകൾ പ്രവർത്തിച്ചാൽ നമുക്ക് ജയിക്കാൻ പറ്റും. ചിലത് പറയാറുണ്ട് അസ്വാഭാവികമായ രീതിയിലൂടെ താങ്കൾ പറയുന്നത് സാധാരണഗതിയിൽ താങ്കൾ പറയുന്ന കാര്യമാണ്. അപ്പൊ PV അൻവർ വിവാഹത്തിന് ശേഷം ഈ താങ്കൾ ഈ പറയുന്നത് ഇടതുപക്ഷത്തിന് കൂടെയാണെന്ന് പറയുന്ന കാര്യം അസ്വാഭാവികമായിട്ട് മാറിയിരിക്കും. അങ്ങനെയല്ല. എന്താന്ന് വെച്ചാൽ നിങ്ങളൊക്കെ വിചാരിക്കുന്നത് എന്താന്ന് വെച്ചാല് PV അൻവറിനെ അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടിയതുപോലെ എന്നെയും അപ്പുറത്ത് കൊണ്ടുപോയി കെട്ടാം എന്നുള്ള നിലക്കാണ് സത്യത്തിൽ. അങ്ങനെ ഒരു ആവേശത്തിലാണ് നിങ്ങൾ വന്നത്. അത് യെസ് അല്ല, അതുണ്ടാക്കിയത് നിങ്ങളെ ശരിയായിട്ട് കിട്ടാൻ അങ്ങനെ ചില ട്രിക്കുകൾ എനിക്ക് ഉപയോഗിക്കേണ്ടി വന്നു. നിങ്ങളല്ലേ എല്ലാവരെയും നിങ്ങളാണ് സാധാരണ പരാജയപ്പെടുത്തുന്നത് അല്ലേ? അങ്ങനല്ല. അത് അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല, അവർക്ക് ഒരു സംശയവും ഉണ്ടായിട്ടില്ല. ഇന്റെ കാര്യത്തിൽ പാർട്ടി അണികൾക്ക് വല്ല സംശയവും ഉണ്ടായിരുന്നു എങ്കിൽ ഇന്നത്തെ പുസ്തക പ്രകാശനത്തിന് ബ്രിട്ടാസ് വരുമോ? ഇന്നത്തെ പുസ്തക പരിചയപ്പെടുത്തലിന് പിന്നെ MM നാരായണൻ മാഷ് വരുമോ? അതേന്ന് അത് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ വിളിച്ചു ചോദിച്ചു. നിങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ചു ചോദിച്ചു. അദ്ദേഹത്തിന് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല, എനിക്കും യാതൊരു സംശയമില്ല. ഞാൻ പാർട്ടിയോട് അസന്നിഗ്ധമായി പറഞ്ഞിട്ട് എനിക്ക് കഴിയില്ല, എനിക്ക് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ. ഓരോരുത്തർക്കും ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ, സന്തോഷങ്ങൾ, ഇതൊക്കെ ഓരോ ഘട്ടത്തിലും വ്യത്യസ്തമാകും. എനിക്ക് കുറച്ച് ഇപ്പൊ നമ്മുടെ ഫാമിലിയും എല്ലാം ഉണ്ടല്ലോ, അവരുമായിട്ടും കുറച്ച് പിന്നെ നമ്മളുടെ ഈ ആരോഗ്യമൊക്കെ ഉള്ള സമയം അവരുടെ കൂടെയും കൂടി എനിക്ക് ചെലവഴിക്കണം. ഒരിക്കലും എനിക്ക് മത്സരിക്കാൻ ഒരു താല്പര്യവും ഇല്ല. അതൊക്കെ വരാൻ പോണ കാര്യമില്ല. അതൊക്കെ നിങ്ങൾ അൻവറിനോടല്ലേ ചോദിക്കേണ്ടത്, എന്നോടല്ലല്ലോ. പാർട്ടി രൂപീകരിക്കുന്ന ആളോടാണ് ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത്. സ്വർണ്ണക്കടത്തിൽ 152 ആളുകളെ പോയി നേരിട്ട് അന്വേഷിച്ചാൽ തന്നെ അതിൽ അസ്വാഭാവിക തെളിവ് താങ്കൾ പറഞ്ഞു. PV അൻവർ പറയുന്നത് നാളെ റിപ്പോർട്ട് സമർപ്പിക്കാനിരിക്കെ പോലും ഈ 152 കേസിൽ ഒരാളെ പോലും അന്വേഷണ സംഘം പോയി അതൊരു റാൻഡം ചെക്കിംഗ് നടത്തിയാൽ അതിന്റെ ഏകദേശം കിട്ടുമല്ലോ. ഈ 150 അല്ല, അങ്ങനല്ല, ഒരിക്കലല്ല. അതൊക്കെ എങ്ങനെ നമുക്ക് ഇപ്പൊ പറയാൻ വേണ്ടി പറ്റുക? റിപ്പോർട്ട് സമർപ്പിക്കട്ടെ, ആ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾ എന്താണ് എന്ന് അറിയട്ടെ, എന്നിട്ട് നമുക്ക് അതിനെ സംബന്ധിച്ച് പറഞ്ഞാൽ പോരെ. അങ്ങനെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഇപ്പൊ എനിക്കെതിരായിട്ട് എന്തൊക്കെ ആക്ഷേപങ്ങൾ വന്നു, ഞാൻ ആരും കുറ്റം പറയില്ല, നിങ്ങൾ ആരും കുറ്റം പറയില്ല. കാരണം നിങ്ങളൊക്കെ ആ സമയത്ത് അതേ വിചാരിക്കൂ, അങ്ങനെ സംശയിക്കൂ. പക്ഷേ 4 അന്വേഷണ ഏജൻസികൾ ഇന്നെ ആകെ ചവിട്ടി കൂട്ടി പിന്നെ അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോ? 4 അന്വേഷണ ഏജൻസികൾ. എനിക്കെതിരെ 3 കേസുകൾ. ഒന്ന് നിയമസഭയുടെ. അങ്ങനല്ല, ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞാനൊരു അധ്യാപക ദിനത്തിന്റെ അന്ന് ആസ് എ ടീച്ചർ, അധ്യാപകൻ എന്നുള്ള നിലയ്ക്കുള്ള ഒരു വികാര പ്രകടനം ആ സമയത്ത് ഞാൻ നടത്തിയിട്ടുണ്ട്. ആസ് എ ടീച്ചർ എന്നുള്ള നിലക്കാണ് ഞാൻ അന്നത് പറഞ്ഞത്. പക്ഷേ അത് CPM തള്ളിപ്പറയാതിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് താങ്കൾ കയറിയൊരു അഭിപ്രായം പറയുന്നത്. ഏത്? അങ്ങനെയല്ല. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പൊ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ ഒരു കയ്യബദ്ധം പറ്റിയാൽ അതിനെ സംബന്ധിച്ച് നമുക്കൊരു, ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കത് വേണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അത് സത്യമാണ്. അപ്പൊ അതിപ്പോ കഴിഞ്ഞ ഓരോ തെരഞ്ഞെടുപ്പിലും ഇങ്ങനെ പറഞ്ഞിരുന്നത് ഇപ്രാവശ്യം പിന്നെ മത്സരിക്കാൻ സീറ്റ് കിട്ടൂല.
4 പ്രാവശ്യം ഞാൻ ഇവർക്ക് സമയം കൊടുത്തു പ്രശാന്തെ തോൽപ്പിച്ചില്ല. ആരെ കുറ്റ? ഇത്രല്ലേ മത്സരം പറ്റുള്ളൂ. ഇനി മത്സരിക്കണം എന്നുണ്ടെങ്കിൽ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ പൈസ പോലും തരണം, മത്സരിക്കാനുള്ള പൈസ കൂടി പോലും തരണം. ഓക്കെ, താങ്ക് യു.